ഡയറക്ഷൻ അതാണ് പാളി. ഒരിക്കൽ മനുഷ്യൻ ചെയ്യാൻ പറ്റുന്നൊക്കെ നോക്കി, പക്ഷേ അങ്ങോട്ട് ശരിയായില്ല. സ്ക്രീൻ പ്ലേ ശരിയാണോ, ഒരു നല്ലൊരു ഒഴുക്കില്ല, ഒരു വല്ലാത്ത രീതിയിലാണ് മുമ്പായിരുന്നു. പിന്നെ എഡിറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ചുമ്മാ കുറേ സീൻസൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു അങ്ങനെ ഫീൽ ചെയ്തു. ഇതൊരു ഭയങ്കര കാര്യമായിട്ടൊന്നും ഒരു പ്രവർത്തനമില്ല. ഇത് ഭയങ്കര ഒരു പാലിൻ്റെ പടത്തിന് വേണ്ടി ആദ്യം കുറേ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ കുറേ സീൻസ് മാസം വേണ്ടി കുറേ പിള്ളേപ്പിന് വേണ്ടി കൂടുതൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു കണക്റ്റായില്ല. ശരിയായിട്ടില്ല. അവസാനം പിന്നെ സെക്കൻഡിന് വേണ്ടി സ്കെയിലിൻ്റെ കൊണ്ടുവച്ചാൽ അതും ഒരു മാസമാക്കാൻ വേണ്ടി നോക്കി, പക്ഷെ അതും നടന്നിട്ടില്ല. പിന്നെ പലപ്പോഴും പലർക്കും സിനിമ ലിസ്റ്റ് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ മ്യൂസിക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തലവരെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വെച്ചുള്ള മ്യൂസിക് അത്യാവശ്യം കുഴപ്പമില്ല. ചില സീൻസൊക്കെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി കണ്ടിരിക്കാൻ പോകും. പക്ഷെ എന്നാലും ഇങ്ങോട്ട് ഒരു തോന്നില്ല, ഒരു ഗൂസ്ബം സീൻസ് അങ്ങനെയൊന്നും വന്നിട്ടില്ല. ആ പുള്ളിയുടെ ഇൻട്രോ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈയടിക്കാൻ അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഇൻട്രോയിലാണെങ്കിൽ പോലും ഇൻട്രോയിലൊക്കെ മാസാക്കാൻ വേണ്ടി നോക്കിക്കുന്നു, പക്ഷേ ഇങ്ങോട്ട് നമ്മൾ കണ്ടു മറന്ന മാസം ഒരു ആവേശം വരുന്നില്ല. അങ്ങനെയായിരുന്നു അവസാനം വരെ അങ്ങനെയല്ല. ക്ലൈമാക്സ് തന്നെ ഒരു ഐഡിയ ഒന്നും വേറെ ഒന്നുമില്ലായിരുന്നു. സാധാരണ 4 മണിക്കൂർ അറിയാവുന്നതായിരുന്നു, ഭയങ്കര ഐഡിയ ആകേണ്ടതാണ്. ഒന്നും വന്നില്ല. പലയിടത്തും ഒരു വല്ലാത്തൊരു മിസ്സിംഗ് ഫീൽ പോലെ ഈ മോഡിക്ക് തോന്നുന്നില്ല കിട്ടാവുന്നു. കാരണം കേരളത്തിൽ അത്ര ഓടാൻ ചാൻസ് കുറവ്. തമിഴ്നാട്ടിൽ കൂടുതലായിരിക്കും, കേരളത്തിൽ ഓടാൻ ചാൻസ് കുറവ്. ബാക്കി ശബ്ദത്തിലേക്ക് വെറുതെ വന്നതാണ്. ശിവ സ്ഥിരം പോലെ തന്നെ വെറുതെ മൊത്തം ഷോപ്പും ഡയറക്ഷനായാലും മ്യൂസിക്കായാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഇയാളുടെ സ്ഥിരം ക്രിഞ്ച് സീനൊക്കെ ആയിരുന്നു ഈ ശിവേൻ്റെ മാസവും മറ്റേതെന്ന് പറഞ്ഞു. ഈ സൂര്യ പ്രമോഷന് വേണ്ടി സ്ഥിരം ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത്തരത്തിൽ എന്താണ് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയില്ല. കാരണം ഇയാളുടെ പടങ്ങൾ, ശിവേൻ്റെ പടങ്ങൾ ഞാൻ കാണാറില്ല. പക്ഷേ സൂര്യ ഇങ്ങനെ പ്രൊമോട്ട് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ചെയ്തുകൊണ്ടാണ് വന്നത്. ആ ഒരു കാരണം കൊണ്ട് മാത്രം. പക്ഷേ വിചാരിച്ചത്രയൊന്നുമില്ല. ഭയങ്കര മോശം. ഔട്ട് ഓഫ് 5 എത്ര റേറ്റ് ചെയ്യും? ഔട്ട് ഓഫ് 5 0.5. സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് പറയുന്നത് അതിനോടുള്ളൊരു സെക്കൻഡ് പാർട്ട് കാണാൻ പോകുന്നില്ല, കാത്തിരിക്കുന്നില്ല. സൂര്യയുടെ മറ്റ് സിനിമകളിലേക്ക് ഒരു പ്രതീക്ഷയാണ്. സൂര്യനോടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഡയറക്ടർ എനിക്ക് ഇഷ്ടമല്ല. സൂര്യ അത്രയും പ്രൊമോഷനൊക്കെ ഇറക്കിക്കൊണ്ട് മാത്രമേ ചെറിയൊരു പ്രതീക്ഷ ഉണ്ട്. സൂര്യയുടെ കരിയറിനെ ബാധിക്കുമ്പോൾ നല്ല രീതിയിൽ ബാധിക്കും. കാരണം ആ റോളക്സ് ഇറങ്ങിയ പിന്നെ പുള്ളി കുറച്ചെങ്കിലും ഒന്ന് തിരിച്ചു വന്നായിരുന്നു. ഇപ്പോൾ പിന്നെ പഴയ പോലെ കാണാനുള്ളവരോട് എന്താ പറയുക? കാണുന്നവരോട് ഞാൻ ഒന്നും പറയുന്നത്, കാണണമെന്ന് പറയുന്നില്ല. പറഞ്ഞ് ഒരാളോട് പോകണ്ടാൻ പറയുന്നത് അപ്പോൾ എൻ്റെ അഭിപ്രായം പറഞ്ഞത് തീർത്തും നിരാശപ്പെടുത്തിയെന്ന് തന്നെ പറയാം. കാരണം സൂര്യയുടെ ഡബിൾ റോൾ ആകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ പടത്തിൻ്റെ ആ പ്രതീക്ഷയ്ക്കകത്ത് സിനിമ എന്തായാലും ഉയർന്നിട്ടില്ല. VFX ആണെങ്കിലും മേക്കിംഗ് ആണെങ്കിലും ഒരു ആ ലെവലിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ചില 3D വർക്കുകൾ, ചില VFX വർക്കുകൾ എന്താ പറയുക, വളരെ ബോറായിട്ട് തന്നെയാണ് സിനിമയിൽ നമുക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഒരു ആവറേജ് അനുഭവത്തിന് മുകളിലേക്ക് കങ്കുവ ഉയർന്നിട്ടില്ല എന്നാണ് അഭിപ്രായം. ആക്ടിംഗ് ബേസ് ആക്ടിംഗ് ബേസ് ആണെങ്കിൽ തന്നെ പ്രത്യേകിച്ച് അതിനകത്ത് ഈ റോളിന് ഒരു തീരെ ഡെപ്ത് ഇല്ലാത്തൊരു റോളാണ്. ഇപ്പോൾ സൂര്യ നമുക്കറിയാം, സൂര്യ പെർഫോം ചെയ്യാൻ വളരെ കഴിവുള്ള ആളാണ്. പക്ഷേ സൂര്യക്ക് അങ്ങ് അഴിഞ്ഞാടാൻ മാത്രമുള്ള ഒരു ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടർ അല്ല ഈ സിനിമയ്ക്ക്. സൂര്യയുടെ സ്റ്റാർഡം യൂസ് ചെയ്തിട്ട് അത് മാക്സിമം സ്ക്രീൻ പ്രസൻസ് ഗംഭീരമായിരുന്നു. പിന്നെ DSPയുടെ BGM ചില സീനുകൾ, സോങ്സൊക്കെ അതിഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ പടത്തിൻ്റെ ഒരു കഥയുടെ ഒരു എന്താ പറയുക, തീരെ സ്ട്രോങ് അല്ലാത്ത ഒരു കഥാപരിസരമാണ് സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു സെക്കൻഡ് പാർട്ടിലേക്കൊക്കെ വെക്കുന്നുണ്ട്. അത് ഇപ്പോൾ എല്ലാ സിനിമയിലും നമ്മൾ സ്ഥിരം പറയണ പോലെയാണ്, നമ്മൾ ഇപ്രാവശ്യം നന്നാക്കിയിട്ട് അടുത്ത പ്രാവശ്യം നന്നാക്കുക എന്ന് ജാമ്യം എടുക്കുന്ന പോലെയാണ് എനിക്ക് പാർട്ട് 2 എന്ന് കാണിച്ചപ്പോൾ തോന്നിയത്. ഒരു ആവറേജ് അനുഭവം മാത്രമായിട്ടായിരുന്നു. Technically also very good work by Shiva and this team. Surya's and Surya's consisting all the channels. Technically it's super. It's really very good experience. Second part is coming, and there's a surprise star again on Thailand. At first there's some lag, but later it comes to peace. Second half is extremely super. It came up to expectation. Out of 5 I'll give 4 marks. മലയാളത്തിൽ കൂടി വന്നു. ശിവയുടെ ശക്തമായ പിക്ചറുമാണ്. ശിവ നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ശിവസാർ സൂര്യ നന്നായി ചെയ്തിട്ടുണ്ട്. വില്ലൻ മോട്ടികളാണ് ചെയ്തിട്ടുണ്ട്. അവസാനം ഒരു സ്റ്റാർ വരുന്നുണ്ട്. ഒരു സർപ്രൈസ് ആരംഭമായിട്ട്
സെക്കൻഡ് പാർട്ട് വരികയാണ് ഫസ്റ്റ് ഹാഫിന് ആദ്യം കുറച്ച് ലാഗല്ല, പിന്നെ നന്നായിട്ട് വരുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് അടിപൊളിയാണ്, വിഷ്വലി നല്ല എക്സ്പീരിയൻസാണ്, ടെക്നിക്കലി സൂപ്പറാണ്. പിന്നെ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, എക്സ്പെക്ടേഷൻസ് തന്നെ വന്നത് ഒരു ഹോളിവുഡ് സ്റ്റൈൽ പടമാണ്. ഹോളിവുഡ് സ്റ്റൈൽ കാരണം ആക്ഷൻ ഫാൻറ്റസി ജോണറാണ്, ആക്ഷൻ ഫാൻറ്റസിയാണ്, പക്ഷേ ടൈം ട്രാവൽ എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആളുകൾക്ക് കഥ മനസ്സിലാകാത്ത പ്രശ്നമുണ്ടോ? അതൊന്നുമില്ല, ഈ അവസ്ഥയിൽ ആദ്യം കുറച്ച് ലാഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ എൻ്റെ ടൈം സെക്കൻഡ് ഹാഫ് എൻ്റെ എല്ലാം എനിക്ക് പടച്ചു. നമസ്കാരം. സൂര്യയുടെ മൂവി കണ്ടിട്ടിറങ്ങിയാണ്. സൂര്യ മച്ചാനെ നമുക്കറിയാം, കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എല്ലാം വേറെ ലെവലാണ്. കങ്കുവയിൽ എന്തായാലും അദ്ദേഹം വേറെ ലെവലിൽ ചെയ്തിരിക്കുന്ന പടമാണ് കങ്കുവ. അതുപോലെ ബോബിഡി ഗേൾ അദ്ദേഹത്തിൻ്റെ കുത്തും സോൾജിയറൊക്കെ നമ്മൾ കണ്ട് മേല് കോരി തിരിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു തിരിച്ചുവരും ഗംഭീരം. അതുപോലെ തന്നെ BGM ആണെങ്കിലും കലാസംവിധാനമാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. സൂര്യ വേറെ ലെവലാണ്. പിന്നെ ശിവസാറിൻ്റെ സംവിധാനം, ഡയറക്ഷൻ അടിപൊളിയാണ്. പിന്നെ തിരിച്ചുവരവുണ്ട്, രണ്ടാം ഭാഗം വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അതിന് കാത്തിരിക്കുന്നു. എല്ലാവിധ ആശംസകളും. സൂര്യ വേറെ ലെവല്, മച്ചാൻ പൊളിച്ചടുക്കി. കങ്കുവ അടിപൊളി. സൂര്യയുടെ വെറൈറ്റി പടമുണ്ട്. ഞാൻ നമ്മളെ സിംഗർ പോലെ സിംഗർ 2 അതുപോലൊക്കെ വെച്ച്, പക്ഷെ ഇതൊന്നല്ല, ഇത് വേറെ സൂര്യയുടെ ലൈഫ് സ്റ്റൈലിൽ ഇതൊരു വെറൈറ്റി പടമാണ്. ബ്രീജിങ് ഫൈറ്റൊക്കെ നല്ല, പക്ഷെ കണ്ണിനൊക്കെ വെള്ളം വന്നു. മറ്റേ പൊന്തിയില്ല, പക്ഷെ കണ്ണിനൊക്കെ വെള്ളം വന്നു. പിന്നെ 3D ആണല്ലോ, ഒന്നും ലാഗില്ലല്ലോ. അപ്പോൾ അതിൻ്റെ എല്ലാം മൂഡ് പടമാണ്. ഇപ്രാവശ്യം ഇത് 100ന്റെ മേലെ കയറും. കഥ മനസ്സിലായോ? അത് മനസ്സിലായി. കാരണം ആ കുട്ടിയുടെ ഫസ്റ്റ് നാട്ടിലത്തെ കാണിക്കുന്നുണ്ട്, പിന്നെ ടൗണിൽ വെച്ചിട്ടുണ്ട്. കഥ മനസ്സിലായി, പക്ഷെ അതിൻ്റെ ആ മൂഡ് എഡിഷൻ വേറെ ലെവലായി. പിന്നെ 3D ആണ്, കുഴപ്പമില്ല. ഇപ്രാവശ്യം കയറും. എനിക്കിഷ്ടമായി, കാരണം സൂര്യയിലെ വെറൈറ്റി പടം. ഇതുവരെ സൂര്യ അങ്ങനത്തെ പടം ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ എനിക്കിഷ്ടമായി, സംഗതി അടിപൊളിയായിരുന്നു. അതിനൊന്നും ഞാൻ പറയല്ല, കാരണം ഇതിന് എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടില്ല. അതായത് കടലും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ്ടൊക്കെ കാട്ടിക്കൂട്ടില്ല. പക്ഷേ കാട്ടിക്കൂട്ടിയൊന്നും കറക്റ്റ് ലെവലിലേക്കല്ല വന്നത്. എങ്ങനെ പറയുക, അതായത് ഒരു 2024 ഒരു 1070 കാലഘട്ടമാണ് കാട്ടിക്കുന്നത്. 2 കാലഘട്ടമായിട്ട് കാട്ടിക്കുന്നത്. അത് ശരിക്കും ഞാൻ പടത്തിലെ ട്രെയിലർ ഞാൻ കണ്ടല്ല, അതായത് മറ്റേ പോസ്റ്റേഴ്സ് എടുക്കുന്നപ്പോൾ ഞാൻ വിചാരിച്ച ഒരു 7ാം വരവ് ആ ഒരു ലെവൽ വരുമെന്ന് വിചാരിച്ചു. അത് ആ ഒരു ലെവലല്ല. എന്ന് പറഞ്ഞാൽ ശരിക്കും ലാഗടിച്ച് ഇരുത്തിയ ഒരു പടം എന്ന് പറയുന്നത് ആണെങ്കിലും ഡിഫറൻ്റ് ആണ്. കോസ്റ്റ്യൂം സൈൻസ് ആണെങ്കിലും ക്യാമറ ആണെങ്കിലും പാട്ടുകളാണെങ്കിലും പിന്നെ ഹോട്ടും സിനിമയിൽ കുറച്ചുണ്ട്, കുറച്ച് നടിമാരുടെ ഹോട്ടും കാണിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ അതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് യൂത്തിനെ ആകർഷിക്കുന്ന തരത്തിലാണ് ശിവമേക്കിയിരിക്കുന്നത്. സൂര്യണ്ണൻ്റെ ഒരു തിരിച്ചുവരവിനെ പറയാം. പിന്നെ കാർത്തി സാറ്, ഇങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്താണ് അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ പുതുമുകളായിട്ട് കുറേ പേര് അഭിനയിച്ചു, പിന്നെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റ് ഒരുപാട് പേരുടെ കഷ്ടപ്പെടാണ് ഈ സിനിമ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക.